അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് തിരുവനന്തപുരം DCC. തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് KPCC ആവശ്യപ്പെടണമെന്ന് DCC ആവശ്യപ്പെട്ടു. റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. റമദാൻ വ്രതാനുഷ്ഠാന കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യം തിരുവനന്തപുരം DCC ഉന്നയിക്കുന്നത്. സാധാരണയായി ആഘോഷവേളകളിലോ മതപരമായ ആചാരവേളകളിലോ തെരഞ്ഞെടുപ്പ് നടത്താറില്ല. എന്നാൽ അതിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് DCC ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ DCC നേതൃത്വം KPCCയോട് ആവശ്യപ്പെട്ടു. നാളെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷമാകും KPCC നിലപാട് വ്യക്തമാക്കുക. അതേസമയം അരുവിക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പറഞ്ഞു. G കാർത്തികേയനെയും കാർത്തികേയന്റെ കോൺഗ്രസിനെയും അരുവിക്കരക്കാർ കൈവിടില്ലെന്നും ആന്റണി പറഞ്ഞു. അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് കാർത്തികേയൻ്റെ തുടങ്ങിവെച്ച കാര്യങ്ങളിൽ പൂർത്തീകരിക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കാർത്തികേയൻ സ്വപ്നം കണ്ടിരുന്ന ഒരു വികസിക്കുന്ന അരുവിക്കര, അവിടുത്തെ പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി കാർത്തികേയൻ കണ്ട സ്വപ്നങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നതിന് പറ്റിയ ഒരു MLA അവിടെ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരും. G കാർത്തികേയന്റെ ഭാര്യ പ്രൊഫസർ MT സുലേഖയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ള ധാരണ. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.